എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫാക്ട്സൊക്കെ അറിയുന്ന സമയത്താണ് ചിലപ്പോഴൊക്കെ നമ്മൾ നിലപാടുകളിലെത്തുക. അതല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് രാഷ്ട്രീയത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് നമ്മൾ നിലപാടുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ വെനസ്വേലയെ അല്ലെങ്കിൽ വെനസ്വേലൻ പ്രസിഡൻറ്റിനെ അമേരിക്ക തൂക്കി അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടപ്പോഴും തോന്നിയത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇന്ത്യയിൽ അതല്ലെങ്കിൽ കേരളത്തിലൊക്കെ തന്നെ ഉണ്ട്. അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെയും പ്രതികരിച്ചു. ഇന്ത്യ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നത് കേട്ടു. അതിൻ്റെ ഇടയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികരണം വന്നു. അപ്പോൾ ജനങ്ങളുടെ സമാധാനമാണ് വലുത് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചു. പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ നിൽക്കണം, ആ ചേരിയിൽ ഇന്ത്യ ചേരണം എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ നാനാതുറകളിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നാനാതുറകളിൽ നിന്നും ആളുകളുടെ ഇടയിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ എന്നും തന്നെയും ഒരു ശത്രുവാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് എന്ന് പറയുന്നത്. കാരണം EMSനെ അട്ടിമറിച്ചത് അമേരിക്കൻ ചാരസംഘടനയാണ് എന്ന തരത്തിൽ വിശ്വസിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അതെന്തോ ആവട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയിട്ടുള്ള അമേരിക്കൻ നടപടി ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു സംഗതി അല്ല. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി രാഖിരാമായണം ഒരാളത് അവിടുന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. അത് നാളെ അവർ ഏത് രാജ്യത്തിനെതിരെയും ചെയ്യും. ഇപ്പം തന്നെ എടുത്തു നോക്കുക, വെനസ്വേലയ്ക്കെതിരെയുള്ള ഈ ഒരു നടപടിയിൽ കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നുമില്ല. ആരാണ് പ്രതികരിക്കേണ്ടത്? ഇവിടുത്തെ ഏതെങ്കിലും ചെറിയ 4 രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടൊന്നും ആവില്ല. ഇപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും പ്രൊഡക്ഷനിലും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നാളെ ലോകം ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന ഈ വിഷയത്തിൽ കാര്യമായിട്ട് പ്രതികരണമൊന്നുമില്ല. അല്ലെങ്കിൽ അവർക്കൊക്കെയാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത്, അവരൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു എന്ന് പറയപ്പെടുന്ന റഷ്യ ഇതിൽ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല. അമേരിക്ക ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ, ഒരു റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയിട്ട് ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാളെ ഇത് നമുക്ക് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ പറയുന്ന അമേരിക്ക ഇതുപോലെ വന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു അലിഗേഷൻ്റെ പുറത്ത്. ഇപ്പം തന്നെ ഈ പറയുന്ന വെനസ്വേലൻ പ്രസിഡന്റിനെ മഡൂറോയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റി വിട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിചാരണ അമേരിക്കയിൽ നേരിടണമെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളതും തടങ്കിൽ പാർപ്പിച്ചിട്ടുള്ളതും. അത് ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഈ പറയുന്ന സാധനം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മളത് തടയുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു രാജ്യത്ത് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ പോലീസിങ് മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ ചുമതലയുള്ള ആളുകൾ മോശമായതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങോട്ട് ഒഴുകുന്നത്. അത് തന്നെ അമേരിക്കയ്ക്കും ബാധകം. അമേരിക്ക വലിയ സെറ്റപ്പല്ലേ. അമേരിക്കയ്ക്ക് ഇത് അവരുടേതായ രീതിക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ എക്സ്റ്റെൻഡിൽ ഇത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ പോയിട്ട് അയാളെ പൊക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ടുള്ള അമേരിക്കയുടെ നടപടി തെറ്റാണ് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഒരു വശം, എൻ്റെ രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത് ഒരു കണക്കിന് അയാളെ പൊക്കിയത് നന്നായി എന്നുള്ളതാണ്. കാരണം അനധികൃതമായിട്ട് ഒരു ഇലക്ഷൻ ഡിഗ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മഡൂറോ അധികാരത്തിൽ കയറിയത് എന്നുള്ളതും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ നടത്തിയതാണെന്നുള്ളതും, ജനാധിപത്യപരമായിട്ടല്ല തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ളതും, ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് കയ്യിലുള്ളത് എന്നുള്ള നിലയ്ക്കുമാണ് ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ നിലപാട് എനിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. അതായത് കാരണം അത്യാവശ്യം ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യം, ഒരു മാന്യമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് സോഷ്യലിസത്തിലേക്ക് ചുവട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് വെനസ്വേലയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ വെനസ്വേലൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഈ ഒരു കാപ്പി കിട്ടണമെങ്കിൽ ഒരു കെട്ട് നോട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. അതായത് പണ്ട് തോമസ് ഐസക്ക് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്, ഇന്ത്യയുടെ കമ്മട്ട ഇന്ത്യക്ക് സ്വന്തമല്ലേ, എത്ര വേണേ നോട്ട് അച്ചടിച്ചാൽ പ്രശ്നം തീരില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏതോ ഒരു തോമസ് ഐസക്ക് ഉപദേശിച്ചതിൻ്റെ പുറത്ത് വെനസ്വേലൻ ഗവൺമെൻറ് നോട്ട് അച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സാധനത്തിന് കടലാസിൻ്റെ വില പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത്രയും ഹൈപ്പർ ഇൻഫ്ലേഷനാണ് ഈ പറയുന്ന വെനസ്വേലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾ അത്രയും കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൗദിയേക്കാൾ ഓയിൽ റിസർവ് ഉള്ള, അല്ലെങ്കിൽ ഖത്തറിനേക്കാൾ 10 മടങ്ങെങ്ങാണ്ട് ഓയിൽ റിസർവ് ഉള്ള ഒരു രാഷ്ട്രമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും
ഈ പറയുന്ന ഖത്തറിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും വെറുതെ ഒന്ന് മുട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ഗവൺമെൻറ് അതല്ലെങ്കിൽ മഡൂറോയോ അല്ലെങ്കിൽ അയാൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെയാണോ ഇവരൊക്കെ കൂടെയും സോഷ്യലിസം കുമ്പിളിലാക്കി കൊടുത്തതിൻ്റെ പുറത്ത് ആ രാജ്യം എത്രമാത്രം താഴേക്ക് വീണുപോയി എന്നുള്ളതിൻ്റെ ഉദാഹരണം ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഉട്ടോപ്യൻ നയമാണ് ഈ സാധനം എന്ന് പറയുന്നത്. എല്ലാത്തിലും ഗവൺമെൻറ്റിന് റോള് വേണം, ഗവൺമെൻറ് ആയിരിക്കണം എല്ലാത്തിൻ്റെയും പ്രധാന സ്റ്റേക്ക് ഹോൾഡർ, ഗവൺമെൻറ് അറിയാത്തൊരു കാര്യങ്ങൾ നടക്കില്ല, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഓണർഷിപ്പ് ഗവൺമെൻറ് തിരിച്ചു വാങ്ങുക, പ്രൈവറ്റ് കമ്പനികളിൽ നിന്നെല്ലാം തന്നെയും 50% മുകളിൽ ഓഹരി സർക്കാർ തന്നെ എടുക്കുക. അങ്ങനെ തരത്തിൽ ഈ പറയുന്ന പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ഫണ്ടിങ് കുറയുന്ന തരത്തിൽ, വിദേശത്ത് നിന്നുള്ള നിക്ഷേപം കുറയുന്ന തരത്തിലൊക്കെ ആക്കി തീർത്ത് ആ രാജ്യത്തിനെ ഏകദേശം കുട്ടിച്ചോറാക്കി. അവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടിയത് കൊണ്ടാണ് ഈ മഡൂറോയെ പൊക്കിയ സമയത്ത് രാവൊന്നും പകലൊന്നും ഇല്ലാതെ ആളുകൾ തെരുവിൽ നൃത്തം ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത ആളുകളൊക്കെ തന്നെയും അവിടെ ഈ മൈഗ്രേറ്റ് ചെയ്ത് അവരിപ്പോൾ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാജ്യങ്ങളിൽ അവർ ആനന്ദ നൃത്തമാടുകയാണ്. അപ്പോൾ എൻ്റെ ഈ രണ്ട് നിലപാട് ഇതാണ്. ഒന്ന്, അമേരിക്ക ചെയ്തത് മോശമായി. ഇനി അമേരിക്ക ചെയ്യാതെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് അമേരിക്ക പിടിച്ചു കൊണ്ടുപോകാതെ മഡൂറോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച് ആ ഭരണം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. ഈ വിഷയത്തിൽ അമേരിക്ക ചെയ്തിട്ടുള്ളത് ഒരു മസിൽ പവറിൻ്റെ കളിയാണ് കളിച്ചിട്ടുള്ളത്. ആ സാധനം മോശമാണ്. അത് നാളെ അവർ ദുർബലരായിട്ടുള്ള ആർക്കെതിരെയും എടുക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് സംസാരിക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ചെയ്തിട്ടുള്ള പ്രവൃത്തി മോശമാണെന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസൾട്ടിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് എന്നുള്ളത്.